സിനിമാ കഥകളെ വെല്ലുന്ന ട്വിസ്റ്റുകളാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഓരോ ദിവസവും സംഭവിക്കുന്നത്. സ്പോൺസറായി വന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി മുതൽ ശബരിമല ആചാരാനുഷ്ഠാനങ്ങളിൽ അവസാന വാക്കായ തന്ത്രി കണ്ഠരര് രാജീവര് വരെ നീളുന്നു സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായവർ. പോറ്റിയെ കയറ്റിയതിനപ്പുറമുള്ള ആഴങ്ങളിലേക്ക് ശബരിമല സ്വർണ്ണക്കൊള്ള നീളുകയാണ്. ബാജി വാഹനം കൈമാറൽ, പുതിയ കുടിമര നിർമ്മാണം തുടങ്ങിയവയെല്ലാം ചർച്ചയിലേക്ക് എത്തുകയാണ്. ബാജി വാഹനം തന്ത്രിക്ക് കൈമാറിയത് പ്രയാർ ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായ UDF ഭരണസമിതിയാണ് എന്ന വിവരങ്ങൾ പുറത്തുവന്നതും നിർണായകമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷണം പുതിയ തലങ്ങളിലേക്ക് നീങ്ങുകയാണോ? കാണാം RDX റാപ്പ്. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണക്കൊള്ള കേസിൽ ജയിലിലെത്തിയാണ് തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് SIT സംഘം രേഖപ്പെടുത്തിയത്. കോടതിയുടെ അനുമതി ലഭിച്ചതിന് പിന്നാലെയാണ് SITയുടെ നടപടി. ശബരിമല വിഗ്രഹങ്ങളിൽ സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന ക്രമക്കേടുകളിൽ തന്ത്രിക്ക് നേരിട്ട് പങ്കുണ്ടെന്നും കണ്ടെത്തി. തന്ത്രിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ നാളെ SIT അപേക്ഷയും നൽകിയേക്കും. ഇതിനിടെ സ്വർണ്ണക്കൊള്ള കേസിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കരദാസിനെ റിമാൻഡ് ചെയ്തു. വിജിലൻസ് കോടതി ജഡ്ജി CS മോഹിത് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ആരോഗ്യസ്ഥിതി മോശമായതിനാൽ ആശുപത്രിയിൽ തന്നെ തുടരാനും അനുമതി നൽകി. തന്ത്രിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ വാജി വാഹനത്തെ ചൊല്ലി രാഷ്ട്രീയ വിവാദം തുടരുകയാണ്. തന്ത്രി കണ്ഠരര് രാജീവരെ വെള്ളപൂശി മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ ദേവസ്വം ബോർഡ് അംഗവുമായ അജയ് തറയിൽ രംഗത്തെത്തിയതോടെയാണ് വാജി വാഹന വിവാദം കനത്തത്. 2017 പുതിയ കൊടിമരം സ്ഥാപിച്ചതിലെ ദുരൂഹത കൂടി പുറത്തു വന്നതോടെ അന്നത്തെ UDF ഭരണസമിതിയും പ്രതിക്കൂട്ടിലായ സാഹചര്യമാണ്. RDX റാപ്പ് ന്യൂസ് മലയാളം. വിശദാംശങ്ങൾ പരിശോധിക്കാം. കൈമാറിയത് UDF ഭരണസമിതിയാണ് ബാജി വാഹനം എന്നതാണ്. തന്ത്രിക്ക് ബാജി വാഹനം കൈമാറിയത് 2017 ഫെബ്രുവരി 19 തീയതിയായിരുന്നു. UDF കാലത്തെ ഭരണസമിതിയാണ് കൈമാറിയത്. പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണനും ദേവസ്വം ബോർഡ് അംഗം അജയ് തറയിലും ചേർന്നാണ് ബാജി വാഹനം തന്ത്രിക്ക് കൈമാറിയത്. അതിൻ്റെ ഫോട്ടോകൾ പുറത്തു വന്നു. ബാജി വാഹനം കണ്ടെടുത്തതിൽ തന്ത്രിയെ ന്യായീകരിച്ചത് കോൺഗ്രസ് നേതാവ് അജയ് തറയിലായിരുന്നു ആദ്യഘട്ടത്തിൽ തന്നെ എന്ന് നമുക്ക് ഓർമ്മയുണ്ട്. ശബരിമലയിലെ കുടിമരത്തിലെ ബാജി വാഹനം തന്ത്രിക്ക് അവകാശപ്പെട്ടതാണ് എന്ന് ദേവസ്വം ബോർഡ് അംഗമായിരുന്ന അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന് തന്ത്രിക്ക് കൈമാറിയതിന് രേഖകൾ ഉണ്ടാക്കിയിട്ടില്ല എന്ന് അദ്ദേഹം ആ ഘട്ടത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. 2017 പുതിയ കുടിമരം സ്ഥാപിച്ച ഭരണസമിതിയിലെ അംഗമായിരുന്നു കോൺഗ്രസ് നേതാവായ അജയ് തറയിൽ എന്ന് നമുക്ക് അറിയാം. പഴയ കുടിമരത്തിന് മുകളിൽ ഉണ്ടായിരുന്ന ബാജി വാഹനം തന്ത്രി ആവശ്യപ്പെട്ടു എന്നാണ് അജയ് തറയിൽ പറഞ്ഞത്. അത് അദ്ദേഹം ആവശ്യപ്പെട്ടതാണ്. വിശ്വാസപ്രകാരം ബാജി വാഹനം തന്ത്രി കുടുംബത്തിന് അവകാശപ്പെട്ടതാണെന്ന് കണ്ഠരര് രാജീവര് അക്കാലത്ത് അന്ന് പറഞ്ഞു എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ശബരിമലയിലെ കുടിമരം മാറ്റി സ്ഥാപിച്ചത് അടിഭാഗം ദ്രവിച്ചു എന്ന് പറഞ്ഞതിന് ശേഷമായിരുന്നു. അങ്ങനെയാണ് മാറ്റി സ്ഥാപിച്ചത്. പ്രചരിക്കുന്ന ഈ ദൃശ്യങ്ങളിൽ കൊടിമരത്തിന് യാതൊരു കേടുപാടുമില്ലെന്നാണ് ആ ദൃശ്യങ്ങളിൽ കാണുക. ഏതൊരു ക്ഷേത്രത്തിലും കൊടിമരത്തിന് മുകളിൽ ദേവൻ്റെ വാഹനമാകും പ്രതിഷ്ഠിക്കുക. അതിനാണ് ഈ വാജി വാഹനം എന്ന് പറയുന്നത്. ശബരിമല സ്വർണ്ണ കൊടിമരത്തിന് മുകളിലുള്ളത് കുതിരയുടെ രൂപമാണ്. അതുകൊണ്ട് അതിന് ബാജി വാഹനം എന്ന പേര്. വിശ്വാസപ്രകാരം അയ്യപ്പൻ്റെ വാഹനം പുലിയാണെങ്കിലും കൊടിമരത്തിൽ കുതിരയാണുള്ളത് എന്നത് ഒരു കൗതുകമാണ്. താന്ത്രിക ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാജി വാഹനം പ്രതിഷ്ഠിച്ചത്. അത് ശാസ്ത്ര സംഗതികളൊക്കെ അതായിരിക്കും, അതുമായി ബന്ധപ്പെട്ട ശാസ്ത്ര സംഗതികൾ അതുകൊണ്ടായിരിക്കണം. എന്തായാലും ഇത് ഇതിപ്പോൾ വേറൊരു ആംഗിളിലേക്ക് പോവുകയാണ് എന്നാണ് CPMകാരൊക്കെ പറയുന്നത്. എന്നുവെച്ചാൽ UDF കാലത്തെ ദേവസ്വം ബോർഡിൻ്റെ കാര്യങ്ങളിലേക്കാണല്ലോ പോകുന്നത്. KC വേണുഗോപാൽ ചിത്രത്തിലേക്ക് വരുന്നു. അദ്ദേഹമാണ് ദേവസ്വം മന്ത്രി എന്ന് പറയുന്നു. അജയ് തറയിൽ കോൺഗ്രസ് നേതാവാണ്. പ്രയാർ ഗോപാലകൃഷ്ണൻ അങ്ങനെയായിരുന്നു. അപ്പോൾ ഇവർക്ക് തിരിച്ച് ചില വിമർശനങ്ങളൊക്കെ ഉന്നയിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട് എന്നാണ് CPMകാരാകെ പറയുന്നതായിട്ട് തോന്നുന്നത്. എന്താ തോന്നുന്നത്? അല്ല, ആത്യന്തികമായി ഇത് കാലാകാലം ഞാൻ ആദ്യം മുതൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ദേവസ്വം ബോർഡുകളിലേക്ക് വരുന്ന ആളുകൾ രാഷ്ട്രീയ നിയമനം തന്നെയാണ്, അത് അല്ല എന്നൊക്കെ പല കാലങ്ങളിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ടെങ്കിലും രാഷ്ട്രീയ നിയമനങ്ങൾ തന്നെയാണ് പലപ്പോഴും നടക്കാറുള്ളത്. അപ്പോൾ ഈ നിയമനങ്ങളെല്ലാം തന്നെ 2 വർഷത്തേക്കാണ്. അതിപ്പോൾ അങ്ങനെ മാറി മാറി വരും. അതിനിടയ്ക്ക് അവരിൽ വെട്ടിപ്പുകാരും തട്ടിപ്പുകാരും വന്നു പോകുന്നുണ്ടോ എന്നുള്ളതൊക്കെ മറ്റൊരു കാര്യം. പക്ഷേ കാലങ്ങളായി അവിടെ കഴിയുന്ന ആളാരാണ്? ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി തന്ത്രിയാണ്. തന്ത്രി എന്ന് പറയുന്നത് എന്താണ്? ഈ കേരളത്തിലെ ചില സമ്പ്രദായങ്ങൾ തുടരുന്ന ചില സംസ്ഥാനങ്ങളിലും അപൂർവം ഈ അയൽ സംസ്ഥാനങ്ങളിലെ ചില ക്ഷേത്രങ്ങളിലും മാത്രം നിലനിൽക്കുന്ന ഒരു പരിപാടിയാണ് ഈ തന്ത്രി എന്നുള്ള പദവി തന്നെ. അത് ആ നിലയ്ക്ക് തീരുമാനിക്കുന്നു. തന്ത്രസമുച്ചയത്തെ അടിസ്ഥാനമാക്കി അവർ പ്രവർത്തിക്കുന്നു. അതിൻ്റെ ഒരു രീതി വെച്ചിട്ട് അവിടുത്തെ ഈ പ്രതിഷ്ഠയായാലും ഉത്സവമായാലും പരിഹാരക്രിയകളായാലും ഈ ക്ഷേത്രത്തിൻ്റെ വളപ്പിനകത്തുള്ള സകല പരിപാടികളിലുമുള്ള ഏറ്റവും പരമപ്രധാനിയായ അധികാരിയായിട്ട് അവിടെ ഇരിക്കുന്നത് തന്ത്രിയാണ് എന്നുള്ളത് ഇവിടെയുള്ള ഒരു സംവിധാനം മാത്രമാണ്. അത് ഈ എനിക്ക് തോന്നുന്നു 3-4 നൂറ്റാണ്ടുകളായി ആ നിലയിലുള്ള ഒരു സമ്പ്രദായത്തിലേക്ക് 4-5 നൂറ്റാണ്ടായി കാണുന്നു എഴുതിക്കോ ഈ തന്ത്രസമുച്ചയത്തിൻ്റെ ഒരു കാലപരിധിയൊക്കെ വെച്ചിട്ട്. അത്
വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നാണല്ലോ തന്ത്രി തന്നെ അവകാശപ്പെടുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അത്രയും കാലപരിധിക്കകത്ത് നിൽക്കുന്ന ഒരു സമ്പ്രദായവും ഒരു സംഗതിയുമാണിത്. അപ്പോൾ അത് ആ അവകാശങ്ങളും അധികാരവും വെച്ചിട്ടാണ് സകല കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പോൾ സനീഷ് തന്നെ അവിടെ ഈ ഡാറ്റാ ഷീറ്റ് വായിച്ചപ്പോൾ സനീഷ് പറഞ്ഞല്ലോ, ഈ കൊടിമരം മാറ്റി സ്ഥാപിക്കാനായിട്ട് അത് ദ്രവിച്ചത് കൊണ്ട് മാറ്റി സ്ഥാപിക്കണമെന്ന് തീരുമാനിച്ചു എന്ന്. അപ്പോൾ ഇത് ആ ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സകല മനുഷ്യരും, ഇതുമായി ബന്ധപ്പെട്ട് വലിയ ഭക്തരായി നിൽക്കുന്ന ആളുകൾ തന്നെ ആവർത്തിച്ച് പറയുന്ന സംഗതി എന്താണ്? ഇത് ആരാണ് പറഞ്ഞത് ഇത് ദ്രവിച്ചു എന്നുള്ളത്? അത് തന്ത്രിയാണത് തീരുമാനിക്കുന്നത്. തന്ത്രിയാണ് പറയുന്നത് ഇതിന് ഈ കോൺക്രീറ്റ് ചെതൽ പിടിച്ചിട്ടുണ്ട് എന്നുള്ള നിലപാട് തന്ത്രിക്കാണ് വരുന്നത്. അപ്പോഴെന്താണ്, എന്നാൽ പിന്നെ അത് മാറ്റിക്കളയാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു. ഇത് മാറ്റുന്നു. 10-11 കിലോയുള്ള സംഗതിയാണ് ഈ വാജിവാഹനം. നമ്മൾ കാണുമ്പോൾ ചെറുതായിട്ടിരിക്കുന്നുണ്ടെങ്കിലും അത് തന്ത്രി പറയുന്നത് എൻ്റെ അവകാശമാണ്. ഓക്കെ, എന്നാൽ പിന്നെ കൊണ്ടുപോയിക്കോളാൻ പറയുന്നു. എന്തിനെ അടിസ്ഥാനമാക്കി? തന്ത്രസമുച്ചയത്തെ അടിസ്ഥാനമാക്കി ഇത് തന്ത്രിയുടെ അവകാശമാണ് വാജിവാഹനം കൊണ്ടുപോകുന്നത് എന്നുള്ളതിൻ്റെ പേരിലാണ് ഈ പ്രയാർ ഗോപാലകൃഷ്ണനും ഇദ്ദേഹം അജയ് തറയിലും ഒക്കെ കൂടി ഈ വാജിവാഹനം കൈമാറുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. സരീഷ്, എന്താണ് ഈ തന്ത്രസമുച്ചയം? അത് ഈ പറഞ്ഞതുപോലെ ക്ഷേത്രവളപ്പിനുള്ളിൽ ശൂദ്രർക്ക് താഴെയുള്ള സകല ജാതി വിഭാഗങ്ങളും പ്രവേശിക്കുന്നത് അശുദ്ധിയാണ് എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഒരു പഴഞ്ചൻ കടലാസാണ് ഈ തന്ത്രസമുച്ചയം എന്ന് പറയുന്ന സാധനം. അതിനെ അടിസ്ഥാനമാക്കി ഈ കാര്യങ്ങളെല്ലാം ഇനി തീരുമാനിക്കാൻ ഇരുന്നാൽ കേരളത്തിൽ ഇപ്പോൾ ക്ഷേത്രത്തിൽ പൊക്കൊണ്ടിരിക്കുന്ന ബഹുഭൂരിപക്ഷത്തിന് പോകാൻ കഴിയില്ല അങ്ങോട്ട്. ഈ തന്ത്രസമുച്ചയത്തെ അടിസ്ഥാനമാക്കി അങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചാൽ ഇപ്പോൾ ക്ഷേത്രത്തിൽ പോകുന്ന ഈഴവരടക്കമുള്ള ബഹുഭൂരിപക്ഷത്തിന് ആ ക്ഷേത്രത്തിലേക്ക് പോകാൻ കഴിയില്ല. ആ കടലാസ് എടുത്ത് പിടിച്ചിട്ടാണ് ഇത് ഈ വാജിവാഹനം എനിക്ക് അവകാശപ്പെട്ടതാണെന്ന് തന്ത്രി പറയുന്നത്. ഇതൊക്കെ പരിഹാസ്യമാണ്. അവനവന് വേണ്ട സംഗതികളെ അതിന് വേണ്ട തരത്തിൽ വളച്ചൊടിക്കാൻ വേണ്ടിയിട്ടും ആ നിലയ്ക്ക് ഒപ്പിക്കാൻ വേണ്ടിയിട്ടുമുള്ള സംഗതികളാണ് ഈ നടക്കുന്നത്. അപ്പോൾ ഈ അധികാരമെല്ലാം പ്രയോഗിച്ചുകൊണ്ടാണ് തന്ത്രി അവിടെ ഇരിക്കുന്നത്. തന്ത്രിയും ഈ പോറ്റിയും തമ്മിൽ 2004 മുതലുള്ള സൗഹൃദവും പരിചയമാണ്. 2004 മുതൽ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇപ്പോൾ 2026 ഈ 2.5 പതിറ്റാണ്ട് കാലത്തിനിടയ്ക്ക് 2 പതിറ്റാണ്ട് കാലത്തിനിടയ്ക്ക് ഇവർ തമ്മിലുള്ള ഇടപാടുകൾ എന്തൊക്കെയായിരുന്നു? ഇത് ആർക്കറിയാം? ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പലരും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യവും ഒരു ആരോപണവും, ഇപ്പോൾ ഈ വാജിവാഹനത്തിൻ്റെ കാര്യം തന്നെ എടുക്കാം. വാജിവാഹനം ഇദ്ദേഹത്തിൻ്റെ കയ്യിലായിരുന്നു എന്നുള്ളത് അദ്ദേഹം വെളിപ്പെടുത്തുന്നത് എവിടെയാണ്? വാജിവാഹനം എവിടെ? വാജിവാഹനം നടത്തണം, അങ്ങനെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും ഈ ആരോപണങ്ങളും ഒക്കെ ഉയർന്നു വന്ന ഘട്ടത്തിലാണ് അദ്ദേഹം പറയുന്നത് വാജിവാഹനം എൻ്റെ കയ്യിലുണ്ട്. അപ്പോഴും അത് കൊടുക്കാമെന്ന് പറയുന്നില്ല. വീണ്ടും അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇത് ഞാൻ ദേവസ്വം ബോർഡിന് കൈമാറാൻ തയ്യാറാണ്. ദേവസ്വം ബോർഡ് അത് മേടിച്ചുകൊണ്ട് പോകാത്തതല്ല. കാരണം എന്താണ്? ദേവസ്വം ബോർഡിന് ഇപ്പോൾ സംശയം ഇത് ഒറിജിനലാണോ അത്. അതുകൊണ്ടാണ് ഇതുവരെ മേടിക്കാതിരുന്നത്. അല്ലാതെ ഇദ്ദേഹത്തെ അറസ്റ്റ് ആകുന്നതിന് മുമ്പ് തന്നെ ദേവസ്വം ബോർഡിന് സംശയമുണ്ട് ഈ തന്ത്രിയുടെ കയ്യിലിരിക്കുന്ന വാജിവാഹനം ഒറിജിനലാണോ എന്നുള്ള കാര്യം. ആ പരിശോധന കഴിഞ്ഞാൽ ഇനി ആ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഈ വാജിവാഹനം മാത്രമല്ല, അവിടെ ഇരുന്ന അഷ്ടദിക്പാലകന്മാരെ ആരും കാണുന്നില്ല. അവിടെ സ്വർണ്ണ പറകളുണ്ടായിരുന്നു, അത് കാണുന്നില്ല. ഇതെല്ലാം സ്ട്രോങ് റൂമിൽ ഇരിപ്പുണ്ട് എന്നാണ് ഇവർ ഈ കക്ഷികളെല്ലാം പറയുന്നത്. സ്ട്രോങ്ങിൽ ഇപ്പോൾ അമിക്കസ് ക്യൂറിയുടെ പരിശോധനയൊക്കെ നടക്കുകയാണ്. അതിനുശേഷം നമുക്കറിയാം അതൊക്കെ അതിനകത്ത് തന്നെ ഉണ്ടോ. അങ്ങനെ ഉണ്ടോ എന്ന് പരിശോധിച്ചാൽ മാത്രം പോരാ. ഇതിൻ്റെയൊക്കെ കാലഘടനയും ഇതിൻ്റെ ഈ പഴക്കവും കാര്യങ്ങളും ഒക്കെ പരിശോധിച്ചാൽ മാത്രമേ ഈ ഒറിജിനലാണോ അവിടെ ഇരിക്കുന്നതെന്ന് അറിയാൻ കഴിയുള്ളൂ. പല കാര്യങ്ങളുണ്ട് സനീഷേ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മൂല്യം നമ്മൾ സനീഷ് ആദ്യത്തെ ചർച്ചയിൽ പറയുന്നത് നമ്മൾ തമ്മിലൊരു തർക്കമുണ്ടായ വിഷയമുണ്ട്. സ്വർണ്ണത്തിൻ്റെ അളവ് കുറവേ ഉള്ളൂ എന്ന് ഞാൻ പറയുമ്പോൾ സനീഷ് ആവർത്തിച്ച് പറഞ്ഞില്ലേ, അല്ല ഇതിൻ്റെ മൂല്യം വേറെ തരത്തിലാണല്ലോ പരിഗണിക്കപ്പെടുക എന്ന്. അതുതന്നെയാണ് സംഗതി. അതിൻ്റെ മൂല്യം വേറൊരു തരത്തിലാണ് പരിഗണിക്കപ്പെടുക. ഈ 11 കിലോ മൊത്തം സ്വർണ്ണമല്ല വാജിവാഹനം, അത് സ്വർണ്ണക്കൂട്ടാണ്. പക്ഷേ അതിൻ്റെ മൂല്യം ആ നിലയ്ക്കാണോ ഈ വാജിവാഹനത്തിൻ്റെ മൂല്യം? ഒരു കുതിര രൂപമാണ് അതിൻ്റെ. ഈ രൂപത്തെ വേറൊരു ആരോപണം എന്താ ഉയർന്നിരിക്കുന്നത്? ഇത് കൊണ്ട് നടന്ന് തന്ത്രി ഈ സീസൺ കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇതിനെയും കൊണ്ട് നടന്ന് പല സമ്പന്നരുടെയും വീട്ടിൽ പൂജ നടത്തുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ജയറാമിൻ്റെ വീട്ടിൽ നടന്ന പൂജ നമ്മൾ കണ്ടതല്ലേ. ഈ തന്ത്രി തന്നെ ഒരു കൊച്ചുതന്ത്രി പോയിട്ട് ഇവിടെ എന്താണ് ഇതിലെ ഈ മോഷണം മുതൽ മേടിച്ചയാളുടെ ജുവലറി ഉദ്ഘാടനം ചെയ്യാൻ പോയത് നമ്മൾ കണ്ടതല്ലേ. ഇതിങ്ങനെയാണ് അതിൻ്റെ ഒരു ചെയിൻ പ്രവർത്തിക്കുക. അവിടെ ദേവസ്വം ബോർഡിനൊന്നും ഒരു പങ്കുമില്ലാതെ തന്നെ പല കാര്യങ്ങളിലും തീരുമാനമെടുക്കാൻ തന്ത്രിക്ക് കഴിയും. തന്ത്രി തീരുമാനിച്ചാൽ, തന്ത്രി ഇപ്പോൾ തീരുമാനിക്കുകയാണ് ഈ വാതിൽ ശരിയല്ലല്ലോ എന്ന് തീരുമാനിച്ചാൽ പിന്നെ വാതിൽ ശരിയല്ല. അത് ചോദ്യം ചെയ്യാൻ തൽക്കാലം നിൽക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിയല്ല ദേവസ്വം ബോർഡിന് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തന്ത്രി തീരുമാനിച്ചാൽ പിന്നെ അത് ചോദ്യം ചെയ്യാൻ കഴിയില്ല. ഇനി ഈ ദേവസ്വം ബോർഡും സർക്കാർ തമ്മിൽ എന്താ ബന്ധം? ഒരു ബന്ധവും ഈ നിലയ്ക്ക് ഭരണപരമായ കാര്യങ്ങളിൽ ഇല്ല. അത് ഒരു ഇൻഡിപെൻഡൻറ്റ് ബോഡിയായിട്ട് തന്നെ സ്വതന്ത്രമായി തീരുമാനമെടുക്കാനുള്ള അവകാശമുള്ള സംവിധാനമാണ് ദേവസ്വം ബോർഡ്. അത് സർക്കാരിന് ഇടപെടാൻ കഴിയില്ല. ഇവൻ നേരിട്ട് പറയുകയാണ് ഇത് UDFൻ്റെ കാലത്താണ്, KC വേണുഗോപാലാണ് ഇതിന് ഉത്തരവാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചാടിക്കയറി പിടിക്കേണ്ട കാര്യമില്ല. കാരണം KC വേണുഗോപാൽ ഇതൊന്നും അറിഞ്ഞിട്ട് തന്നെ ഉണ്ടാവില്ല. കാരണം അവിടെ ദേവസ്വം ബോർഡ്
പ്രയാർ ഗോപാലകൃഷ്ണനും പിന്നെ അജയ് തറയിലും അവരുടെ കയ്യിലിരിക്കുന്ന അധികാരം ഗംഭീരമായി പ്രയോജനപ്പെടുത്തി ആ കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുത്ത് നടപ്പാക്കിയിട്ടുണ്ടാവും. എന്താണ് തന്ത്രി പറഞ്ഞു ഇത് കേടാണ്, അപ്പോൾ ദേവസ്വം ബോർഡ് അത് പൊളിച്ചു. ഇവിടെ ദേവസ്വം ബോർഡും സർക്കാരും അറിയാതെ തന്നെ ആ കാലത്ത് പോലും ഒരുപക്ഷെ ഈ സ്പോൺസർ പ്രവർത്തിച്ചിട്ടുണ്ടാവാം. കാരണം തന്ത്രി തന്നെ സ്പോൺസറെ ഏർപ്പാടാക്കി കൊടുക്കും. അവിടെ ദേവസ്വം ബോർഡിന് പിന്നെ വേറെ വലിയ റോളേ ഇല്ല. ഇത് പണിയാൻ ഇന്നയാൾ വന്നിരിക്കുന്നു, എന്നാൽ പിന്നെ അയാളെ കൊണ്ട് പണിയിപ്പിക്കാം എന്നുള്ള തീരുമാനത്തിലെത്തിയൊക്കെ പണിയാണ്. അവിടെ പിന്നെ എന്ത് വെട്ടിപ്പ് തട്ടിപ്പ് നടക്കുന്നു എന്നുള്ളതാണ്. ഈ അഷ്ടദിക്പാലകരെയൊക്കെ കണ്ടെത്തി കഴിയുമ്പോഴേ അത് ഒറിജിനൽ ദിക്പാലകരാണോ അല്ലയോ എന്നുള്ളതൊക്കെ ഇനി തിരിച്ചറിയാൻ പറ്റുള്ളൂ. കട്ടളയുടെ കാര്യത്തിലും അങ്ങനെയാണ് പറഞ്ഞത്. അന്ന് കട്ടളപ്പാളി കൊണ്ടുപോയി അതിനകത്ത് വെച്ചിട്ടുണ്ട്, വാതിൽ അതിനകത്ത് കട്ടളപ്പാളിയല്ല വാതിൽ, പഴയ വാതിൽ അതിനകത്ത് കൊണ്ടുപോയി സ്ട്രോങ് റൂമിൽ വെച്ചിട്ടുണ്ടെന്ന്. അതും ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഇത് ഒറിജിനലാണോ അല്ലയോ എന്നുള്ളത്. അത് കഴിയുമ്പോൾ നമുക്ക് കാര്യങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യാം. അതാണ് കറക്റ്റാണത്. അതായത് ഞാനിപ്പോൾ ഇങ്ങോട്ട് കയറുമ്പോൾ ഈ നമ്മുടെ ഹിന്ദു ഐക്യ നേതാവ് ശശികല എഴുതിയൊരു പോസ്റ്റ് എവിടെ നിന്നൊക്കെ ഒന്ന് ഷെയർ ചെയ്യപ്പെടുന്നതായിട്ട് വായിച്ചു. അതിനകത്ത് ഈ വാജിവാഹനം ആന്ധ്രയിലെ ഏതോ ഒരു കോടീശ്വരൻ്റെ വീട്ടിലുണ്ട് എന്ന് ചില ആളുകൾ പറയുന്നുണ്ട്, അന്വേഷിക്കണം എന്ന് എഴുതിയിരിക്കുന്നതാണ്. പണ്ട് 2025 ഒക്ടോബറിലോ മറ്റുള്ള പോസ്റ്റാണ് കേട്ടോ. അതായത് വാജിവാഹനം ആന്ധ്രയിലെ ഏതോ ഒരു കോടീശ്വരൻ്റെ വീട്ടിലുണ്ട് എന്ന് സംശയമുണ്ട്, അത് പരിശോധിക്കണം. തന്ത്രിയിലേക്ക് പോകുന്നു ചിലപ്പോൾ കരുതിയിട്ടുണ്ടാവില്ല. ആരാണ് ഇതിപ്പോൾ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പം എന്താണ് BJP നേതാക്കൾ പെട്ടെന്ന് ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തൊരു നിലപാടെടുക്കാൻ പോകുന്നതിന് ഒരു കാരണം ഇപ്പോൾ തന്ത്രിക്ക് പിന്തുണ പ്രഖ്യാപിക്കാൻ അവിടെ കൺഫ്യൂഷൻ ഉണ്ട്. അല്ല, ഒരു കൺഫ്യൂഷൻ മാത്രമല്ല, ഇപ്പം തന്ത്രി ആരാണ്? തന്ത്രി BJPയുടെ കേരളത്തിലെ തലമുതിർന്ന നേതാവായ നാരായണ നമ്പൂതിരിയുടെ അളിയനാണ് തന്ത്രി. അതാണ് അത്തരം കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ പോലെ അപ്പോൾ അങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ മാത്രമല്ല അവരതിനകത്ത് പറയുന്നത് ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പം അവർക്കിത് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും വളരെ കൂടുതൽ അറിയാമെന്ന് വിചാരിച്ചൊന്നുമില്ല ഞാൻ അവരെ കോട്ട് ചെയ്യുന്നത്. അവർക്ക് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അവർക്കും അറിയാം. അവർക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് ആധികാരികത ഇതുമായി ബന്ധപ്പെട്ടില്ല. പക്ഷേ എന്നാലും ഈ വാജിവാഹനം തന്ത്രിമാർക്ക് അവകാശപ്പെട്ടതാണ്, അതൊരു വസ്തുതയാണ്. വാജിവാഹനം തന്ത്രിമാർക്ക് അവകാശപ്പെട്ടതാണെന്ന് പറയുമ്പോൾ തന്ത്രിമാർ അതെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി വെക്കുകയല്ല ചെയ്യുക സാധാരണഗതിയിൽ. തന്ത്രിമാരത് ആചാരപരമായിട്ട് വാങ്ങും, എന്നിട്ട് തിരിച്ചേൽപ്പിക്കും. ഇത് ഈ ദേവസ്ഥാനത്ത് തന്നെയാണ് വിൽക്കേണ്ടത് എന്ന് തീരുമാനിക്കുകയാണ് ചെയ്യുക. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഈ വാജിവാഹനം എന്ന് വെച്ചാൽ 10-11 കിലോ ഉണ്ടാവും, ഒരു കുതിര രൂപമായിരിക്കും. പക്ഷേ അത് സ്വർണ്ണ മലയുടേതിനേക്കാൾ കൂടുതൽ മൂല്യം ഹർഷ അതിനുണ്ട്. നമ്മളതിൻ്റെ കാരണം നേരത്തെ പറഞ്ഞാണ്, ഹർഷ ഇപ്പോൾ അത് കോട്ട് ചെയ്തു. അതായത് ഈ ശബരിമലയിൽ നിന്ന് ഒരു തരിമ്പ് സാധനം എടുത്ത് പുറത്തേക്ക് പോയാൽ അതിന് ദൈവ സാന്നിധ്യമാണ് വിശ്വാസികൾക്ക്. അതുകൊണ്ടാണല്ലോ വാജിവാഹനം ഒരു കോടീശ്വരൻ്റെ വീട്ടിലുണ്ട് എന്ത് ഇവർക്ക് പറയാൻ പറ്റുന്നത്. എന്തിനാണ് കോടീശ്വരന്മാർ വാജിവാഹനം വാങ്ങിച്ചു വെക്കുന്നത്? അത് അവിടെ ഉള്ളത് കൊണ്ടാണ്. ഒരു കുതിര രൂപം സാധാരണത്തിൽ ഈ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിലുള്ള കടകളിൽ നിന്ന് കിട്ടുന്ന ഒരു കുതിര എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോയി വെക്കുന്നില്ലോ ആൾക്കാർ. അത് നമ്മളെപ്പോലത്തെ ആളുകൾ പാവങ്ങൾ കൊണ്ടുപോയി വെക്കും വീട്ടിൽ. പക്ഷേ ഈ കോടീശ്വരന്മാർ വെക്കുന്നത് അതിന് ഒരു സ്വർണ്ണ പർവ്വതത്തിൻ്റെ അത്രയും മൂല്യമുണ്ട് എന്ന് മനുഷ്യർക്ക് അറിയുന്നുണ്ടാണ്. കാരണം അത് വിശ്വാസം കൂടെ ചേർന്നാണ് അതിൻ്റെ മൂല്യം. അതാണ് ആ വിശ്വാസം കൂടെ ചേർന്നുള്ള ധനമൂല്യം അത്രമാത്രം ഉള്ളതുകൊണ്ടാണ് ഞാൻ സ്വർണ്ണത്തെ ഉദാഹരിച്ചത്. അതിന് ധനമൂല്യം കൂടും അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ. ആ ധനമൂല്യം ഇത്രമാത്രമുള്ളൊരു സംഗതിയാണ് തന്ത്രി എടുത്തിട്ട് സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി വെക്കുന്നത്. എങ്ങനെ? അത് വീട്ടിൽ കൊണ്ടുപോയി വെക്കരുത്, ഏറ്റുവാങ്ങിയാലും ആചാരപരമായിട്ട് ഏറ്റുവാങ്ങിയിട്ട് അതേ സ്ഥാനത്തേക്ക് തന്നെ വെക്കുകയാണ് ഇതിനുള്ള മുൻഗാമികളെല്ലാം ചെയ്തത് എന്ന് അറിവുള്ളവർ പറയുന്ന ഈ സംഗതി മൂപ്പർ വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി. ഇപ്പോൾ ഹർഷം പറയുന്നുണ്ടല്ലോ, പലരും പറയുന്നുണ്ടല്ലോ, ഇത് ഒറിജിനൽ വാജിവാഹനമാണോ ഇത് എന്ന് പരിശോധിക്കാൻ പറ്റില്ല, അല്ല അറിയില്ല. ഇത് മൂപ്പര് കൊണ്ടുപോയിട്ട് വേറെ വല്ലയിടത്തും ഈ പറയുന്ന പോലെ എങ്ങനെയോ കോടീശ്വരൻ്റെ വീട്ടിലെത്തിച്ചിട്ട് പിന്നെ ഇത് ആകെപ്പാടെ പ്രശ്നമായപ്പോൾ സംഭ്രമിച്ചിട്ട് ഒരു കുതിര രൂപം ഉണ്ടാക്കിയിട്ട് ഇതാണ് വാജിവാഹനം എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്താണോ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് തിരിച്ചറിയാൻ പറ്റാത്തത്? കാരണം അജയ് തറയിൽ നേരത്തെ പറഞ്ഞത് കേട്ടില്ലേ, ഇതിന് രേഖയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അതായത് നിങ്ങളൊരു സ്വർണ്ണത്തിൻ്റെ ഒരു മല എടുത്തിട്ട് അങ്ങോട്ട് മാറ്റം ചെയ്യുമ്പോൾ സ്വർണ്ണത്തിൻ്റെ മല ഇത്ര വിസ്തീർണം ഇത്ര ഹെക്ടർ എന്ന് എഴുതിയിട്ടല്ലേ കൊടുക്കേണ്ടത്. അതായത് കടലിൽ കളഞ്ഞാലും അളന്നു കളയണമെന്നാണ് നമ്മുടെ നാട്ടിലെ ചൊല്ല്. ഇത് ഈ പാരാവാരം ഇത്രമാത്രം വലിയ വിശ്വാസത്താൽ മൂല്യമുള്ള ഒരു ദേവസ്ഥാനത്ത് നിന്ന് ഒരു സംഗതി, അത് വലിയൊരു മൂല്യമുള്ള സംഗതി കൊടുത്തയക്കുമ്പോൾ അതൊരു രേഖയിൽ എഴുതി വെച്ചിട്ടില്ലേ ഇവർ. അവിടെയാണ് ഞാൻ പറയുന്നത്, എനിക്ക് ഇപ്പോൾ ഈ പേരിലാണല്ലോ പത്മകുമാറും ഇദ്ദേഹമൊക്കെ ജയിലിൽ കിടക്കുന്നത് അല്ലേ. അതായത് അവിടെ വേണ്ട വിധത്തിലുള്ള രേഖകൾ ഉണ്ടായിരുന്നില്ല. ഇത് ഇങ്ങനെ സ്വർണ്ണക്കൊള്ള അവിടെ നടന്നപ്പോൾ അത് സംബന്ധിച്ചുള്ള രേഖകളിൽ പ്രശ്നം ഉണ്ടായിരുന്നല്ലേ ഈ പറയുന്ന പത്മകുമാറും മറ്റൊക്കെ ജയിലിൽ കിടക്കാൻ കാരണം. അജയ് തറയിൽ നമ്മുടെ സുഹൃത്താണ്, അദ്ദേഹം ജയിലിൽ കിടക്കണം എന്നല്ല ഞാൻ പറയുന്നത് ഇത് കുഴപ്പമാണെങ്കിൽ ഇതും കുഴപ്പമാണ്. കാരണം എന്തുകൊണ്ട് എഴുതിയില്ല? വാജിവാഹനം അത് ആചാരപരമായിട്ട് അദ്ദേഹത്തിന് അവകാശപ്പെട്ടതാണ്. തന്ത്രി പറയുന്നു, ഹർഷൻ നേരത്തെ പറഞ്ഞു തന്ത്ര സമുച്ചയ പ്രകാരം എനിക്ക് അവകാശപ്പെട്ടതാണെന്ന് പറയുമ്പോൾ അത് കൊടുത്തു. ഓക്കെ, കൊടുക്കുന്നതിലൊന്നും ഒരു തെറ്റുമില്ല, അത് അവർ കൊടുക്കുകയാണ് വേണ്ടത്. തന്ത്രിക്കാണ് പരമാധികാരം. പക്ഷേ കൊടുക്കുമ്പോൾ ഈ സാധനം ഒരു ഡോക്യുമെൻ്റ് ആക്കി വെക്കണം എന്നത് ഈ അഡ്മിനിസ്ട്രേഷനിലിരിക്കുന്ന ആളുകളുടെ ചുമതലയാണ്. അഡ്മിനിസ്ട്രേഷൻ തന്ത്രി പോലെ ഈ ദൈവതുല്യനോ ദൈവത്തിൻ്റെ പ്രതിപുരുഷനോ അല്ലല്ലോ. അഡ്മിനിസ്ട്രേഷൻ സർക്കാരിൻ്റെ പ്രതിപുരുഷനാണ്, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ പ്രതിപുരുഷനാണ് അവിടെ നിൽക്കുന്നത്. ദേവസ്വം ബോർഡിൻ്റെ കാര്യങ്ങൾ ദേവസ്വം ബോർഡ് ഉണ്ടായതിനു ശേഷമാണല്ലോ ദേവസ്വം ബോർഡിൻ്റെ കാര്യങ്ങൾ ഉണ്ടായത്. അത് രേഖകളുള്ളതാണ്, പേപ്പറിൽ എഴുതണം. അത് പേപ്പറിൽ എഴുതിയിട്ടില്ല. അപ്പോൾ പേപ്പറിൽ എഴുതിയിട്ടില്ല. ഞാൻ പറഞ്ഞപ്പോൾ KC വേണമല്ലോ ആരും വലിച്ചടിച്ച് അങ്ങോട്ട് കൊണ്ടുപോകില്ല. പക്ഷേ പ്രശ്നം എന്താണ് ഹർഷ? ഇദ്ദേഹത്തെ നമ്മുടെ കടകംപള്ളിയെ ചോദ്യം ചെയ്യണം, കടകംപള്ളിയെ അറസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നില്ലേ ആളുകൾ. ഇവിടെ
ഇതേ കാര്യമല്ലേ അങ്ങനെയാണ് കെ സി വേണുഗോപാലിനെതിരെ വരിക. കെ സി വേണുഗോപാൽ, ഞാൻ വിചാരിക്കുന്നു കെ സി വേണുഗോപാൽ സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല, അദ്ദേഹം ഇത് അറിഞ്ഞിട്ടും ഉണ്ടാവില്ല, ഈ ബാജി വാഹനമൊക്കെ തട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ടാണെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അജയ് തറയിൽ പ്രതീക്ഷിച്ചിട്ടില്ല, പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രതീക്ഷിച്ചില്ല. അവർക്കാർക്കും ഈ ദേവസ്ഥാനത്ത് നിന്ന് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാക്കണം എന്നുള്ള ദുഷ്ചിന്തയുള്ള മനുഷ്യരല്ല. അവർ ദൈവവിശ്വാസികളാണ്, അങ്ങേയറ്റം വിശ്വാസമുള്ള ആളുകൾ. അവർക്ക് എന്തെങ്കിലും ദുഷ്ചിന്തയില്ല, കെ സി വേണുഗോപാലിനില്ല. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഇവിടെ വീഴ്ച എന്ന് പറയുന്ന ഇതാണെങ്കിൽ ആ വീഴ്ചയല്ലേ സംഭവിച്ചിരിക്കുന്നത്? അതേ വീഴ്ചയാണല്ലോ സംഭവിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾക്കവിടെ ആ കുറ്റപ്പെടുത്താൻ പറ്റുന്നത്, ടോട്ടൽ കാര്യങ്ങൾ വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റുന്നത്, എനിക്ക് കുറ്റപ്പെടുത്താൻ പറ്റുന്നത് ഈ തന്ത്രിയെ മാത്രമാണ്. തന്ത്രി, പിന്നെ പോറ്റി, മറ്റു കാര്യങ്ങളെല്ലാം ചേർന്ന് തന്ത്രി. അതായത് സർക്കാരും ദേവസ്വം ബോർഡുമാണ് അധികാരം കൊടുത്തിരിക്കുന്നതെങ്കിൽ അത് ഈ പറയുന്ന സിവിൽ സംവിധാനങ്ങളാൽ ദത്തമായിട്ടുള്ള അധികാരമാണ്. അജയ് തറയിലാണെങ്കിലും പത്മകുമാർ ആണെങ്കിലും പ്രയാർ ഗോപാലകൃഷ്ണനാണെങ്കിലും ഈ പറയുന്ന വാസു ആണെങ്കിലും എല്ലാം ശങ്കർദാസ് ആണെങ്കിലും ഒക്കെ ഈ സിവിൽ സംവിധാനങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന നമ്മുടെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് മനുഷ്യരുടെ ചെറിയ കുഞ്ഞ് ഏർപ്പാടുകൾ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന അധികാരമേ ഉള്ളൂ. തന്ത്രിക്ക് മീൻസ് വിശ്വാസപരമായിട്ടുള്ള അധികാരമാണ് അദ്ദേഹത്തിനുള്ളത്. അത് ജനലക്ഷങ്ങൾ, ഈ കേരളത്തിലും പുറത്തും വിദേശ രാജ്യങ്ങളിലും ഒക്കെയുള്ള ജനലക്ഷങ്ങൾ ദൈവത്തിൻ്റെ പ്രതിപുരുഷനായി കാണുന്ന ഈ മനുഷ്യന് ഇതിൻ്റെ മേലൊരു ഉത്തരവാദിത്തം വേണ്ടേ ഹർഷ? ഞാൻ എന്തിനാണ് ഇത് വാങ്ങുന്നത്? ഇതിന് ഈ മൂല്യമുള്ളത് കൊണ്ടാണല്ലോ. ഇതെടുത്ത് കൊണ്ടുപോയിട്ട് ഒരു സ്ഥലത്ത് പൂജ വെച്ചാൽ ആ പൂജ ശബരിമലയിലെ അയ്യപ്പൻ്റെ ഒരു പ്രതിനിധാന സംഭവം അവിടെ ഉണ്ടാവുകയും ആ പൂജക്ക് വാല്യൂ കൂടുകയും ചെയ്യുകയാണ്. അപ്പോൾ അത് ആ നിലക്കൊരു ധനാഗമ മാർഗ്ഗമായിട്ട് ഇദ്ദേഹം കണ്ടോ എന്ന ചോദ്യം വരുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ഒരു ആന്തലുണ്ടാകുന്നത്. വിശ്വാസികളല്ലാത്ത നമ്മൾക്ക് പോലും ആന്തലുണ്ടാകുന്നത് അങ്ങനെയാണ്. അയ്യോ, എങ്ങനെയാണ് ഒരു മനുഷ്യൻ അങ്ങനെ ചെയ്യാൻ പറ്റുക? അതായത് അവരവരിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്വം എന്നത് ഒരു വിശ്വാസപരമായിട്ടുള്ള വലുപ്പം കൂടിയുള്ള സംഗതിയാണെങ്കിൽ അത് ലോകത്ത് തന്നെ പ്രധാനപ്പെട്ട ഒരു ദേവസ്ഥാനമായിരിക്കുന്ന, കേരളത്തിൽ നിശ്ചയമായിട്ടും ഇത്രമേൽ ആളുകൾ വിശ്വസിക്കുന്ന ഈ ദേവസ്ഥാനത്ത് ആചാരപരമായിട്ടുള്ള 1-ാം നമ്പർ സ്ഥാനമുള്ളൊരു മനുഷ്യൻ, ഈ ഇദ്ദേഹത്തിൻ്റെ മുൻഗാമികളൊക്കെ ഇവരൊക്കെ പറയുന്നത് ശരിയാണെങ്കിൽ ബാജി വാഹനം ഭയഭക്തി ബഹുമാനങ്ങളോടെ സ്വീകരിക്കുന്നു. ഇതാ തന്ത്രി എന്ന പദവിയിലിരിക്കുന്ന ഞാനിത് സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ആചാരപരമായിട്ട് തിരിച്ചു നൽകിയിട്ട് അതിന് പ്രത്യേകമായ സ്ഥലത്ത് കൊണ്ട് വെക്കേണ്ട ആളല്ലേ ഇദ്ദേഹം. പിന്നെ ഈ കൊടിമരത്തിന് താഴെ ദ്രവിച്ചിട്ടില്ല എന്നൊക്കെ നമ്മൾ വീഡിയോ കൊണ്ട് പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. കൊടിമരം ഉയർന്നു നിൽക്കുകയാണ്. ഇത് ഇത്രയും ആളുകൾ വരുന്ന സ്ഥലത്തേക്ക് വീഡിയോ കണ്ടത് മാത്രമല്ല, അന്ന് ഇതിനോട് സഹകരിച്ച ആളുകൾ, അന്ന് തന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ തന്നെയാണ് ഇപ്പൊ പറയുന്നത്. ആരോപണം അവർ ഉന്നയിക്കുന്നുണ്ട്. അത് ആരോപണം, ഞാനത് അത് ഇപ്പോഴും ആരോപണം. ഞാൻ പറയുന്നത് ഒരു ഇത്രമാത്രം ആളുകൾ വന്നു പോകുന്ന സ്ഥലത്ത് ഒരു കൊടിമരമുണ്ട് ഉയരത്തിൽ, നല്ല വെയിറ്റുള്ള കാര്യമായിരിക്കും. ഇത് മറിഞ്ഞ് താഴെ വീണാൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നുള്ള നല്ല ബുദ്ധിയായിട്ടാണ് അദ്ദേഹം ചെയ്തെങ്കിലും ഓക്കെ. അല്ലാണ്ട് കൊടിമരം ആകെ ഞാൻ പറയുന്നത്, എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം, ദൈവത്തോട് ഇത്രമാത്രം അടുത്ത് നിന്നിട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ഈ എന്തെങ്കിലും തരത്തിൽ അവനവന് നേട്ടമുണ്ടാക്കി കൊടിമരം തന്നെയും പുറച്ചു മാറ്റും എന്ന് വിചാരിക്കാൻ ഇപ്പോഴും എനിക്ക് പറ്റാത്തതുകൊണ്ടാണ് ഹർഷ എന്നോട്. ഇതിനകത്ത് അല്ല, അന്ന് ഒപ്പം ഉണ്ടായിരുന്നവർ തന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ഏത് കാലത്താണ് പോറ്റി വന്നതെന്ന് കൃത്യമായി കണക്കാക്കുക. അന്വേഷണ സംഘം മനസ്സിലാക്കേണ്ടതാണ്. അതിനുശേഷം ഇങ്ങോട്ടുള്ള എല്ലാ ദേവസ്വം ബോർഡ്, ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരും അല്ലാത്തവരുമായ മുഴുവൻ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെയും പ്രസിഡന്റുമാരുടെയും അടുത്തെല്ലാം പോയിട്ട് അതാത് കാലത്ത് തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വരുത്തിയിരുന്ന മുഴുവൻ മാറ്റങ്ങളും ഏതൊക്കെയാണെന്ന് പരിശോധിക്കുക. പലതും ഡോക്യുമെൻ്റ് അല്ല. അപ്പോൾ അന്ന് ഈ കഴിഞ്ഞ 10-20 വർഷത്തിനിടയ്ക്കെങ്കിലും തന്ത്രി ഈ പോറ്റി എത്തിയതിന് ശേഷം, പോറ്റിയാണെങ്കിലും ഇപ്പോൾ പ്രധാനപ്പെട്ട കക്ഷിയായിട്ട് നമ്മുടെ മുന്നിലുള്ള സംഗതി, അല്ലെങ്കിൽ മറ്റ് സ്പോൺസർമാർ ആരെങ്കിലുമൊക്കെ തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അവിടെ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ മുഴുവൻ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കണം. അല്ലെങ്കിൽ ആ കാര്യത്തിലെല്ലാം ഒരു സൂക്ഷ്മ പരിശോധന വേണം. എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചതെന്ന് അങ്ങനെയാണെങ്കിലല്ലേ അറിയാൻ കഴിയൂ. കറക്റ്റാണ്. അതായത് ഹർഷൻ പറഞ്ഞ കാര്യം, ഇത് ചെറിയ കളിയല്ല. ഇത് ഇവിടം കൊണ്ടൊന്നും നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതെല്ലാം കാണുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തി ദിനംപ്രതി വർദ്ധിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രി കണ്ഠരര് രാജീവരും ഉൾപ്പെട്ട വലിയൊരു മാഫിയ തന്നെ ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിലുണ്ട് എന്നാണ് നിലവിലെ അന്വേഷണ റിപ്പോർട്ടുകളിൽ സൂചനയായിട്ട് കാണാനാവുക. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ കൂടി മൗനാനുവാദം ലഭിച്ചതോടെ മാഫിയ സംഘം ശബരിമലയിൽ തഴച്ചു വളർന്നോ? ബാജി വാഹനം കൈമാറിയത് UDF കാലത്താണ് എന്ന വാർത്ത പുറത്തു വന്നതോടെ UDFും പ്രതിരോധത്തിലാണോ? യാതൊരു കേടുമില്ലാതിരുന്ന കൊടിമരം മാറ്റി വൻ തുക നൽകി പുതിയ കൊടിമരം സ്ഥാപിച്ചതിലും ദുരൂഹത ഏറുകയല്ലേ? കൊടിമരം മാറ്റിയത് സ്വർണവും വാജിവാഹനവും അഷ്ടദിക് പാലക വിഗ്രഹങ്ങളും ലക്ഷ്യം വെച്ചാണോ എന്ന സംശയവും ഉയരുന്നുണ്ട്. സ്ട്രോങ് റൂമിൽ ഇവയൊക്കെ ഉണ്ടോ എന്ന് അറിയില്ലെന്ന മുൻ ദേവസ്വം ബോർഡ് അംഗം അജയ് തറയിലിൻ്റെ പരാമർശവും ഇതോടൊപ്പം ചേർത്ത് വായിക്കണം. ഇനിയും അവസാനിക്കാത്ത സംശയങ്ങൾക്ക് വരും ദിവസങ്ങളിൽ മറുപടി ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കുക തന്നെ ചെയ്യും. ഇടവേളയിലേക്ക്